ഓൾ. ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സിലബസിൽ എടുത്തു വന്നിട്ടുള്ള ഒരു ഭാഗമാണ് സബ്ജക്റ്റ് ആൻഡ് വെർബ് എഗ്രിമെന്റ്. സബ്ജക്റ്റും വെർബും തമ്മിൽ എപ്പോഴും ഒരു സെന്റൻസിനകത്ത് ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു ഉടമ്പടി ഉണ്ടായിരിക്കും. സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ഈ ഉടമ്പടിയെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? കോൺകോർഡ് എന്ന് വിളിക്കും. ഓക്കെ, കോൺകോർഡ് വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും. ഇതാ നോക്കൂ, ഹി പ്ലേസ് ഫുട്ബോൾ. ഹി പ്ലേസ് ഫുട്ബോൾ. ഇവിടെ ഹി എന്ന് പറയുന്നതാണല്ലോ സബ്ജക്റ്റ്. ആക്ഷൻ ചെയ്യുന്നത് ആരാണോ അദ്ദേഹമാണെന്ത്? സബ്ജക്റ്റ്. ഹി എന്ന് പറയുന്നത് അവൻ, നമുക്കറിയാം സിംഗുലർ ആണ്, ഒരാളേ ഉള്ളൂ. അപ്പൊ വെർബും എന്തായിക്കൊള്ളണം? വെർബും സിംഗുലർ ആവണം. പ്ലേസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്താ? എങ്ങനെയാണ് ഒരു വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? എന്താ? ഡസ് പ്ലസ് പ്ലേ ആണ് എന്ത്? പ്ലേസ്. സോ ഈ ഡസ് ഫോം വന്നിരിക്കുന്ന പ്ലേയുടെ രൂപമാണ് പ്ലേസ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും പ്ലേസ് എന്താണ്? സിംഗുലർ വെർബാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിക്കൊള്ളണം. അടുത്തൊരു സെന്റൻസ് നോക്കിയേ, ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ. ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ. ചിൽഡ്രൻ മീൻസ് മോർ ദാൻ ടു, അല്ലെ? കുട്ടികളാണ്. രണ്ടിലധികം കുട്ടികൾ ഉണ്ടെങ്കിലേ നമ്മൾ അവരെ എന്ത് വിളിക്കുള്ളൂ? കുട്ടികൾ അല്ലെങ്കിൽ ചിൽഡ്രൻ എന്ന് വിളിക്കുള്ളൂ. സോ ഇതെന്താണ്? പ്ലൂറലാണ്. സബ്ജക്റ്റ് പ്ലൂറലാണ്. സോ വെർബും എന്തായി? പ്ലൂറലായി. അതായത് ഡു പ്ലസ് പ്ലേ ആണ് എന്ത് വരുന്നത്? പ്ലേ എന്ന് വരുന്നത്. സോ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബും സിംഗുലർ ആവണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആവണം. ഇതാണ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്തിന്റെ? സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെന്റ്. ഓക്കെ, ഇത് ഇത്രയും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇനി നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാം. ഓക്കെ, ഇനി നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു പോകുന്ന കാര്യമുള്ളൂ. ഞാനിവിടെ ഒരു സെന്റൻസ്, 4 സെന്റൻസ് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ സെന്റൻസ് നോക്കുക. ക്രിസ്റ്റി and his sister have passed the SSLC examination. ക്രിസ്റ്റി ആൻഡ് ഹിസ് സിസ്റ്റർ. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? എത്ര സബ്ജക്റ്റ് ഉണ്ട് ഇവിടെ? ആദ്യം തന്നെ നമുക്കറിയാം ക്രിസ്റ്റി ഉണ്ട്, പിന്നെ ആരും ഉണ്ട്? ഹിസ് സിസ്റ്ററും ഉണ്ട്, അവന്റെ സിസ്റ്ററും ഉണ്ട്. എത്ര സബ്ജക്റ്റ് ഉണ്ട്? ക്രിസ്റ്റി ഉണ്ട്, ഹിസ് സിസ്റ്റർ ഉണ്ട്. അപ്പൊ എത്ര സബ്ജക്റ്റ് ഉണ്ട്? 2 സബ്ജക്റ്റ് നമുക്ക് വരുന്നുണ്ട്. 2 സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ സബ്ജക്റ്റ് എന്തായി? പ്ലൂറലായി എന്നല്ലേ? അപ്പൊ എങ്ങനെ 2 സബ്ജക്റ്റ് വന്നു എന്ന് അറിയാം. ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ്, ഹിസ് സിസ്റ്റർ അവന്റെ സഹോദരി എന്ന് പറയുന്ന മറ്റൊരു സബ്ജക്റ്റ് ആണ്. ഈ 2 സബ്ജക്റ്റിനെയും നമ്മൾ ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. 2 സിംഗുലർ സബ്ജക്റ്റിനെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പം സബ്ജക്റ്റ് അവിടെ എന്തായി? പ്ലൂറലായി. ക്രിസ്റ്റിയും അവന്റെ സഹോദരിയും സബ്ജക്റ്റ് എന്തായി? പ്ലൂറലായി. ആയല്ലോ. അപ്പൊ സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ വെർബ് എന്തായിക്കൊള്ളണം? പ്ലൂറൽ ആവണം. അതാണ് പഠിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? ഹാവ് പാസ്റ്റ് എന്നായിട്ട് മാറിയത്. പ്ലൂറൽ വെർബ് വന്നു. പിടിയോ? അപ്പം 2 സിംഗുലർ സബ്ജക്റ്റിനെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പം സബ്ജക്റ്റ് അവിടെ എന്തായി മാറി? പ്ലൂറൽ ആയിട്ട് മാറി. അത് ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ആ കേസിൽ നമ്മൾ എന്തേ യൂസ് ചെയ്യുള്ളൂ? പ്ലൂറൽ വെർബേ യൂസ് ചെയ്യുള്ളൂ. ഇനി സെക്കൻഡ് സെന്റൻസിലേക്ക് വന്നേ. ടോം ആൻഡ് ഹരി സ്റ്റഡി വെൽ. ടോം ആൻഡ് ഹരി. ടോം ഒരു സബ്ജക്റ്റ് ആണ്, ഹരി മറ്റൊരു സബ്ജക്റ്റ് ആണ്. ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തു. അപ്പൊ 2 സിംഗുലർ സബ്ജക്റ്റ് ആയ ടോമിനെയും ഹരിയെയും ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് പ്ലൂറലായി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? വെർബിനെയും പ്ലൂറലാക്കി. ഓക്കെ, നെക്സ്റ്റ്. സോനു ആൻഡ് മീനു ഡാഷ് സ്റ്റുഡൻസ്. ഈസ് ആണോ ആർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. നോക്കിയേ, സോനു ആൻഡ് മീനു ഡാഷ് സ്റ്റുഡൻസ്. സോനു എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റ് ആണ്, മീനു സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ 2 സിംഗുലർ സബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തപ്പോൾ അവിടെ സബ്ജക്റ്റ് എന്തായി? സബ്ജക്റ്റ് പ്ലൂറലായി. സോ വെർബ് എന്തേ വരുള്ളൂ? പ്ലൂറൽ വെർബ് ആർ വേണം യൂസ് ചെയ്യാൻ. നെക്സ്റ്റ് നോക്കൂ. ശരത് ആൻഡ് ശ്രീനാഥ് ഡാഷ് എ കാർ. ഇവിടെയും ആൻഡ് ഉപയോഗിച്ച് 2 സിംഗുലർ സബ്ജക്റ്റിനെ കണക്ട് ചെയ്തു. അപ്പൊ എന്ത് വരും? ഹാവ് ഏ വരുള്ളൂ. ഹാസ് ഹാവ് വന്നാൽ ഹാവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ടൈപ്പ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് മൈ ഫേവറേറ്റ് ഫുഡ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് മൈ ഫേവറേറ്റ് ഫുഡ് ഈസ് ഓർ ആർ. നമ്മൾ പഠിച്ച റൂൾ അനുസരിച്ചാണെങ്കിൽ പ്ലൂറൽ വരും. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ബ്രെഡ് ആൻഡ് ബട്ടർ
എന്ന് പറയുന്നത് പോലെ നമ്മളിവിടെ മലയാളികൾ കഴിക്കുന്നതാണ് റൈസ് ആൻഡ് കറി അല്ലെ. ചുമ്മാ ചോറ് വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ലോ, അതിന്റെ കൂടെ കറിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കഴിക്കാൻ പറ്റുള്ളൂ, ചോറ് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ റൈസ് ആൻഡ് കറി എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഫോർ ഈച്ച് അതർ, രണ്ടും എന്താണ്, പരസ്പര പൂരകങ്ങളാണ് അല്ലെ. അതുപോലെ നമ്മൾ പറയും ബ്രെഡ് ആൻഡ് ഓംലെറ്റ്, നമ്മൾ ബ്രെഡ് ചുമ്മാ തിന്നുന്ന പോലെ അല്ല, ബ്രെഡ് ആൻഡ് ഓംലെറ്റ്, ബ്രെഡ് ആൻഡ് ജാം, ബ്രെഡ് ആൻഡ് ബട്ടർ. അതുപോലെ നമ്മൾ പറയുന്ന മറ്റൊരു വേർഡാണ് പെൻ ആൻഡ് ഇങ്ക്. ഇങ്ക് ഇല്ലാതെ പേന ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ പെൻ ആൻഡ് ഇങ്ക്. അതുപോലെ പിന്നെ പറയുന്ന എന്താ, കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടല്ലോ, പരസ്പര പൂരകങ്ങളായിട്ട് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ. ദെൻ സ്ലോ ആൻഡ് സ്റ്റഡി. പിന്നെ ഇതുപോലെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറയില്ലേ, പെട്ടെന്നൊന്നും മനസ്സിലാക്കില്ല. ടൈം ആൻഡ് ടൈഡ്സ്, സം ആൻഡ് സബ്സ്റ്റൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ കുറച്ചധികം കാര്യങ്ങൾ. ഓക്കെ, ഗ്ലോറി ആൻഡ് പ്രസ്റ്റീജ്, ഇങ്ങനത്തെയൊക്കെ നമ്മൾ പരസ്പര പൂരകങ്ങളായിട്ട് കോംപ്ലിമെന്ററി ആയിട്ട് ചില വേർഡ്സ് യൂസ് ചെയ്യും. ഇങ്ങനെ കോംപ്ലിമെന്ററി ആയിട്ട് യൂസ് ചെയ്യുന്ന കേസിൽ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്താലും അവിടെ സബ്ജക്റ്റ് എന്തായിട്ട് നിലകൊള്ളും, സിംഗുലർ ആയിട്ടേ നിലകൊള്ളുള്ളൂ. അപ്പൊ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇപ്പം പെൻ ആൻഡ് ഇങ്ക് അല്ലെ, ഇങ്ക് ഉണ്ടെങ്കിലേ പേന പ്രവർത്തിക്കുള്ളൂ എന്ന് നമുക്കറിയാം. അതുപോലെ ഒന്നിനു പകരം മറ്റൊന്ന്, അതില്ലാതെ ഇത് പോകത്തില്ല എന്നുള്ള കേസ് വരില്ലാണ് കോംപ്ലിമെന്ററി, പരസ്പര പൂരകങ്ങളായിരിക്കും. അങ്ങനെയുള്ള വേർഡ്സിനെ ആൻഡ് ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് സിംഗുലർ ആയിട്ട് നിൽക്കും. സോ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ പ്ലൂറലും എന്താവണം, പ്ലൂറലും സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് എന്താവണം, സിംഗുലർ ആവണം. ഇപ്പൊ ഇവിടെ എന്ത് വരും, ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്. ആ ഒരു കേസ് ഓർത്തിരിക്കണം. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് സ്ലോ ആൻഡ് സ്റ്റഡി. സ്റ്റഡി എന്നാട്ട് എഴുതി വെച്ചേക്കണേ, സോറി എന്റെ മിസ്റ്റേക്ക് ആണ്. സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദ റേസ്, സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദ റേസ് അല്ലെ, വിൻസ് ദ റേസ്. കാരണം സ്ലോ ആൻഡ് സ്റ്റഡി അത് കോംപ്ലിമെന്ററി ആണ്. ഇനി ചെറിയൊരു വ്യത്യാസമുണ്ട്. The president and treasurer of the committee dash visiting Dubai this week. The president and treasurer of the committee. സബ്ജക്റ്റ് ആരാണ്, ദ പ്രസിഡന്റ്. ഇവിടെ ആൻഡ് കഴിഞ്ഞിട്ട് ട്രഷററും യൂസ് ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റും ട്രഷററും, ദ പ്രസിഡന്റ് ആൻഡ് ട്രഷറർ ഓഫ് ദ കമ്മിറ്റി. കമ്മിറ്റിയുടെ പ്രസിഡന്റും ട്രഷററും എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഒരാളാണ്. രണ്ടാളാവണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു, ദ പ്രസിഡന്റ് ആൻഡ് ദ ട്രഷറർ ഓഫ് ദ കമ്മിറ്റി. കമ്മിറ്റിയുടെ പ്രസിഡന്റും കമ്മിറ്റിയുടെ ട്രഷററും. ദ പ്രസിഡന്റ് ആൻഡ് ട്രഷറർ ഓഫ് ദ കമ്മിറ്റി എന്ന് പറയുന്ന ഒരാളാണ്. അവിടെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തെങ്കിലും അവ എന്താണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ വെർബ് എന്താവണം, സിംഗുലർ ആവണം. അതേസമയം നമ്മൾ ഇങ്ങനെ എഴുതുവാണ്, ദ പ്രസിഡന്റ് ആൻഡ് ദ ട്രഷറർ ഓഫ് ദ കമ്മിറ്റി ആർ വിസിറ്റിംഗ് ദുബായ് ദിസ് വീക്ക് എന്ന് വരും. പിടികിട്ടിയോ? ഈ രണ്ടാമത്തെ ട്രഷറർ, രണ്ടാമത്തെ സബ്ജക്റ്റിന് മുൻപ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അവിടെ ദാ വന്നു കഴിഞ്ഞാൽ അത് വേറൊരു സബ്ജക്റ്റ് ആയിട്ടായിരിക്കും പരിഗണിക്കുന്നത്. അപ്പൊ അത് രണ്ട് വ്യത്യസ്ത നൗൺസ് ആണ്, അല്ലെങ്കിൽ വ്യത്യസ്ത സബ്ജക്റ്റുകളാണ്. അപ്പം രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റുകളിനെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം പ്ലൂറലായിരിക്കും സബ്ജക്റ്റ്, സോ വെർബും പ്ലൂറലായിരിക്കും. പക്ഷെ ഇവിടെ പ്രസിഡന്റ് ആൻഡ് ട്രഷറർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് എന്തായി, സിംഗുലർ ആയി. അതുകൊണ്ട് തന്നെ വെർബും എന്താണ്, സിംഗുലർ ആണ്. ക്ലിയർ അല്ലേ? അപ്പം ആൻഡിന്റെ കേസ് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു, പഠിച്ചെടുക്കുക. കോൺകോർഡില് അടുത്തൊരു ടൈപ്പ് നമുക്ക് നോക്കാം. സി, മൈ സിസ്റ്റർ ആസ് വെൽ ആസ് മൈ ബ്രദേഴ്സ് ഹാസ് പാസ് ദി എക്സാമിനേഷൻ. The teacher along with the students is present. The students together with their principal have left for Chennai. The deer, unlike foxes and wolves, does not eat flesh. ഇവിടെ നോക്കൂ, ഫസ്റ്റ് സെന്റൻസ്, the sister as well as my brothers. The sister as well as my brothers. The teacher along with the students. The students together with their principal. The deer, unlike foxes and wolves. അതായത് ഇവിടെ രണ്ട് നൗണിനെയോ അല്ലെങ്കിൽ രണ്ട് പ്രൊനൗണിനെയോ ആസ് വെൽ ആസ്, ടുഗദർ വിത്ത്, അലോങ് വിത്ത്, അൺലൈക്ക്, ബിസൈഡ്സ്, ഇൻക്ലൂഡിങ് എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണ് എങ്കിൽ വെർബ് എഗ്രി ചെയ്യുന്നത് ആദ്യത്തെ നൗണിനോടോ അല്ലെങ്കിൽ പ്രൊനൗണിനോടോ ആയിരിക്കും. അതായത് മൈ സിസ്റ്റർ, മൈ ബ്രദേഴ്സ്, രണ്ട് നൗൺ വന്നിട്ടുണ്ട്, രണ്ട് സബ്ജക്റ്റ് ഉണ്ട്. മൈ സിസ്റ്റർ സിംഗുലർ ആണ്, മൈ ബ്രദേഴ്സ് പ്ലൂറൽ ആണ് അല്ലെ.
അപ്പം ഇവിടെ ആസ് വെൽ ആസ് ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യുമ്പം വെർബ് ആദ്യത്തെ സബ്ജക്റ്റിനോടായിരിക്കും എഗ്രി ചെയ്യുന്നത്. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വെർബ് യൂസ് ചെയ്തു, ഹാസ് പാസ്റ്റ് എന്ന് യൂസ് ചെയ്തു. സെക്കൻഡ് കേസ്, ദ ടീച്ചർ അലോങ് വിത്ത് ദ സ്റ്റുഡൻസ് ഈസ് പ്രസന്റ്. ദ സ്റ്റുഡൻസ് പ്ലൂറൽ, ദ ടീച്ചർ സിംഗുലർ. അലോങ് വിത്ത് വെർബ് എഗ്രീസ് ടു ദി ഫസ്റ്റ് സബ്ജക്റ്റ് അല്ലെ. അപ്പൊ എന്താ വന്നേ? ടീച്ചർ സിംഗുലർ ആയതുകൊണ്ട് ഈസ് എന്ന് പറയുന്ന സിംഗുലർ വെർബ് യൂസ് ചെയ്തു. The students together with their principal have left for Chennai. The students plural subject, their principal singular. So together with വെച്ച് കണക്ട് ചെയ്യുമ്പോൾ verb agrees to the first subject. So students plural ആയതുകൊണ്ട് ഇവിടെ verb എന്ത് വന്നു? plural verb യൂസ് ചെയ്തു. Next, the deer unlike foxes and wolves does not eat flesh. Deer singular subject, foxes and wolves plural subject അല്ലെ. അൺലൈക്ക് വരുമ്പോൾ വെർബ് എഗ്രീസ് ടു ദി ഫസ്റ്റ് സബ്ജക്റ്റ്. ഡിയർ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? സിംഗുലർ വെർബ് യൂസ് ചെയ്തു, ഡസ് നോട്ട്. ഇനി ഈ പറയുന്നത് ശ്രദ്ധിക്കണം. ആസ് വെൽ ആസ്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്, ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ്, ഇൻക്ലൂഡിങ്, അക്കംപനി വിത്ത്. ഓക്കെ, ഇവർ ഇത്രയും പേര് ഉപയോഗിച്ച് നമ്മളൊരു നൗണിനെയോ പ്രൊനൗണിനെയോ ഒക്കെ കണക്ട് ചെയ്ത് ഒരു സെന്റൻസിൽ ചെയ്യുമ്പോൾ വെർബ് എപ്പോഴും എഗ്രി ചെയ്യുന്നത് ആദ്യത്തെ സബ്ജക്റ്റിനോടായിരിക്കും. മറന്നു പോകരുത്. ഇത് നമുക്ക് കിട്ടുന്ന മേഖല ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഡാഷ് ഇട്ട് ചോദിക്കാം, മറ്റൊന്ന് സെന്റൻസ് കറക്ഷൻ ചോദിക്കാം. സോ ഇത് മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് ശ്രദ്ധിക്കണേ, തിരിഞ്ഞു പോകല്ലോ കേട്ടോ. Neither Lily nor Alan writes well. Neither Lily nor her friends write well. Not only Lily but also her friends play badminton. Either you or I am innocent. ഇവിടെ നിങ്ങൾക്ക് അറിയാൻ നോക്കിക്കഴിഞ്ഞാൽ neither nor അല്ലേ, neither nor, then neither nor, not only but also, not only but also, then either or, either or. ഇവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സെന്റൻസുകളിലെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഐദർ ഓർ ഉപയോഗിച്ച് നമ്മൾ രണ്ട് നൗണിനെയോ പ്രൊനൗണിനെയോ ഒരു സെന്റൻസിൽ കണക്ട് ചെയ്യുമ്പോൾ വെർബ് എഗ്രി ചെയ്യുന്നത് സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും. സെക്കൻഡ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും, സെക്കൻഡ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, നൈദർ ലില്ലി നോർ അലൻ റൈറ്റ്സ് വെൽ. ഇവിടെ സെക്കൻഡ് സബ്ജക്റ്റ് നോക്കിയാൽ മതി, അലനാണ് സെക്കൻഡ് സബ്ജക്റ്റ്, സിംഗുലർ ആണ്. സോ നമ്മൾ എന്ത് യൂസ് ചെയ്തു? സിംഗുലർ വെർബ് യൂസ് ചെയ്തു. നൈദർ ലില്ലി നോർ ഹെർ ഫ്രണ്ട്സ്, അവളുടെ ഫ്രണ്ട്സ് പ്ലൂറൽ ആണ്. സോ വെർബ് എന്ത് യൂസ് ചെയ്തു? പ്ലൂറൽ വെർബ് യൂസ് ചെയ്തു. നോട്ട് ഓൺലി ലില്ലി ബട്ട് ഓൾസോ ഹെർ ഫ്രണ്ട്സ് പ്ലേ ബാഡ്മിന്റൺ. ഇവിടെയും എന്താണെന്താ? നോട്ട് ഓൺലി ലില്ലി ബട്ട് ഓൾസോ ഹെർ ഫ്രണ്ട്സ്, ഹെർ ഫ്രണ്ട്സ് പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറൽ വെർബ് യൂസ് ചെയ്തു. ഐദർ യു ഓർ ഐ ആം ഇന്നസെന്റ്, ഐദർ യു ഓർ ഐ ആം ഇന്നസെന്റ്. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? സെക്കൻഡ് സബ്ജക്റ്റ് ഐ ആണ്. അതുകൊണ്ട് നമ്മൾ അതിനോടൊപ്പം എന്ത് യൂസ് ചെയ്തു? ആം എന്ന് പറയുന്ന വെർബ് യൂസ് ചെയ്തു. അപ്പോൾ ഓർക്കുക, നൈദർ നോർ, ഐദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിച്ച് രണ്ട് നൗൺ അല്ലെങ്കിൽ പ്രൊനൗണിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ വെർബ് സെക്കൻഡ് സബ്ജക്റ്റിന്റെ പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്നനുസരിച്ചിരിക്കും എന്താ? വെർബ്. അതുപോലെ ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ ടു, അക്കമ്പനി വിത്ത്, അലോങ് വിത്ത്, ബിസൈഡ്സ്, ഇൻക്ലൂഡിങ്, അൺലൈക്ക്. ഇവ ഒരു സെന്റൻസിൽ രണ്ട് നൗണിനെയോ പ്രൊനൗണിനെയോ തമ്മിൽ കണക്ട് ചെയ്ത് ഉപയോഗിച്ചാൽ വെർബ് എഗ്രി ചെയ്യുന്നത് ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും. മാറിപ്പോകരുത്. 2-3 തവണ ഇങ്ങനെ ഒരു താളത്തിൽ പറയുമ്പോൾ മനസ്സിൽ പതിഞ്ഞു കിടന്നോളും കേട്ടോ. നെക്സ്റ്റ് ടൈപ്പ്, ഹിസ് ഷൂസ് ആർ ഡർട്ടി, മൈ സ്പെക്ടിക്കിൾസ് ആർ ഓൺ ദി ടേബിൾ, എ പെയർ ഓഫ് ഷൂസ് കോസ്റ്റ് Rs 4,000. His shoes are dirty, my spectacles are on the table, a pair of shoes cost Rs 4,000. ഇവിടെ നമുക്കറിയാം ഹിസ് ഷൂസ് അല്ലെ, അവന്റെ ഷൂസ്. ഷൂസ് എന്ന് പറയുന്നത് നമ്മൾ ഒരെണ്ണമായിട്ട് കാലിട്ടുകൊണ്ട് നടക്കില്ല, രണ്ടെണ്ണമായിട്ടേ കാലിടുള്ളൂ. അതൊരു ജോഡിയായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് എന്തെന്ന് പറയുന്ന ഷൂസ്. അതുപോലെ തന്നെ നമുക്കറിയാം സോക്സ് ഒന്നായിട്ടല്ല ഇട്ടുകൊണ്ട് നടക്കുന്നത്, അതൊരു ജോഡിയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇയർ റിങ്സ്, അത് പറഞ്ഞപ്പോൾ ഞാൻ ഇട്ടിട്ടില്ലല്ലേ, ഓക്കെ, ഇയർ റിങ്സ്. ദെൻ പിന്നെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ജോഡിയായിട്ട്? ഗ്ലൗസ്.
പിന്നെ എന്തൊക്കെ സാധനങ്ങളുണ്ട് ജോഡിയായിട്ട് യൂസ് ചെയ്യുന്നത്? സ്പെക്ടക്കിൾസ് അല്ലെ, ഒരു ഗ്ലാസ് മാത്രമാണോ വെക്കുന്നത്? അല്ല, രണ്ടും ഉണ്ട്. സ്പെക്ടക്കിൾസ്, സിസേഴ്സ് അല്ലെ, രണ്ടിതിലും ഇങ്ങനെ കൈപിടിച്ചല്ലേ കട്ട് ചെയ്യുന്നത്, സിസേഴ്സ്. ദെൻ ബൈനോക്കുലേഴ്സ്. ഇതെല്ലാം നമ്മൾ എന്താണ് ഒരു ജോഡിയായിട്ടാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നാം ഒരു ജോഡിയായിട്ട് അവിടെ നമ്മൾ ഇടുന്ന നിക്കർ അല്ലെ, നിക്കേഴ്സ്, ട്രൗസേഴ്സ്, പൈജാമാസ്, പാൻസ്, ഇതെല്ലാം എന്താണ് ഒരു ജോഡി. ഇങ്ങനെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എപ്പോഴും നമ്മൾ എന്ത് സെൻസിലേ യൂസ് ചെയ്യുള്ളൂ? പ്ലൂറൽ സെൻസിലേ യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അവയോടൊപ്പം വരുന്ന വെർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതിന് ഉദാഹരണങ്ങളാണ് ഗ്ലൗസ്, ഇയർ റിങ്സ്, സോക്സ്, ഷൂസ്, പൈജാമാസ്, പാൻസ്, ട്രൗസേഴ്സ്, സിസേഴ്സ്, ബൈനോക്കുലേഴ്സ്, സ്പെക്ടക്കിൾസ് എക്സെട്ര. ഇതെല്ലാം നമ്മൾ ഒരു ജോഡിയായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഒരു സെൻസ് ആണ് അവിടെ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും വെർബ് എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, എ പെയർ ഓഫ് ഷൂസ് കോസ്റ്റ് ഫോർ us 4,000 അല്ലെ. ഇവിടെ എ പെയർ ഓഫ് ഷൂസ് ഇങ്ങനെ ജോഡിയായിട്ട് ഉപയോഗിക്കുന്ന ഈ തിങ്സിന് മുൻപില് എ പെയർ ഓഫ് വന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് കണക്കാക്കും? അതിനെ സിംഗുലർ ആയിട്ട് കണക്കാക്കും. എ പെയർ ഓഫ്, ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് മുമ്പിൽ എ പെയർ ഓഫ് എന്നൊരു പ്രയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സിംഗുലർ ആയിട്ട് കണക്കാക്കണം. അപ്പം എ പെയർ ഓഫ് ഷൂസ് കോസ്റ്റ് 4,000 rupees. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കോൺകാർഡിൻ്റെ ക്ലാസ് ആണ്, തീർന്നിട്ടില്ല. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ ഇവിടെ ഞാനിത് ഒത്തിരിയും പറഞ്ഞു പോകാതിരിക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ്. കുറേ പഠിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഇന്നിപ്പോൾ ഇത് പഠിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ ഇത് പഠിക്കുക, അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ അടുത്തത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. പിന്നെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോഴുള്ള കേസസ് പറഞ്ഞു. കോംപ്ലിമെന്ററി ആണെങ്കിൽ എങ്ങനെ വരും എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ ടു, വിത്ത്, അക്കമ്പനി വിത്ത്, ഇൻക്ലൂഡിങ്, ബിസൈഡ്സ്, അൺലൈക്കിന്റെ ഒക്കെ പ്രയോഗം പറഞ്ഞു. പിന്നെ ഇവിടെ പറഞ്ഞ നൈദർ, നോർ, ഐദർ, ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ പറഞ്ഞു. പിന്നെ പെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന കേസസ് പറഞ്ഞു. ഇങ്ങനെ 5-6 കേസസ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ഇത് കറക്റ്റായിട്ട് പഠിച്ചെടുക്കുക. എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സബ്ജക്റ്റ് ആൻഡ് വെർബ് എഗ്രിമെന്റ് പഠിച്ചു വെക്കണം. ഇതിന്റെ കണ്ടിന്യൂഷനായിട്ട് ഇനി ഒരു ക്ലാസ്സും കൂടി ഉണ്ടായിരിക്കും. താങ്ക്